കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട്. നമുക്ക് സേതുവിന്റെ പല്ലുവേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണം എന്നോർത്തിട്ട് ആകെപ്പാ ടെൻഷനോട് കൂടിയിട്ടിരിക്കുവാണ് ഋതു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പക്ഷെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഈ സമയം പ്രതാപൻ നേരെ ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, ഇന്ദ്ര കളികളൊന്നും വിജയിച്ചില്ല എന്ന് പറയണേ. വിജയിച്ചില്ലേ? അവള് ഒപ്പിട്ട് തരാനായിട്ട് കൂട്ടാക്കിയില്ല. അവൾ ആ മുദ്രപത്രത്തിലേക്ക് നോക്കി പോലും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, അതാണോ കാര്യം? അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. താൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അല്ല ഞാൻ ഇന്ദ്രനെ വിശ്വസിച്ച ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയാ. എന്നെ വിശ്വസിച്ചോ? അത് കൊള്ളാലോ. എടോ അങ്ങനെ ആരും കണ്ണടിച്ച് വിശ്വസിക്കില്ല, ഈ എന്നെ പോലും. അപ്പൊ ഇന്ദ്രൻ ചതിക്കുമെന്നാണ് പറയണേ. ഞാനെന്നല്ല, ആരും ചതിക്കുന്ന കാലം ഇത് അറിയാലോ. സ്വന്തം പെറ്റമ്മനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്ന് പറയണത്. കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പുകൾ പോലും ചതിക്കുന്ന കാലം. പിന്നെയാണോ ഈ ഞാന്? നമ്മൾ തമ്മിൽ അതിന് വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ട പ്രതാപൻ പറഞ്ഞു, ഇന്ദ്ര അങ്ങനെയൊന്നും നീ പറയല്ലെന്ന് പറയണം. എടോ പ്രതാപ, താൻ ധൈര്യമായിട്ടിരിക്കുക. താൻ ഒരു കാര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ. അത് സക്സസ് ആവുന്ന തന്നെ വിചാരിക്കുക. ഇനി അവൾ അത് ഒപ്പിട്ട് തരാൻ തയ്യാറായില്ലെങ്കിൽ താൻ അടുത്ത നടപടി അങ്ങോട്ട് ചെയ്യണം എന്ന് പറയും. എന്ത്? കൊല്ലണം? കൊല്ലാനോ? കൊല്ലുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ മതി. പിന്നെ കാര്യങ്ങളൊക്കെ ഏറ്റും. മരണത്തിൽ ഭയമില്ലാത്ത ആരടാ പ്രതാപം ഉള്ളേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ. എടാ അവളെ പാട്ടിലാക്കാനാണോ ബുദ്ധിമുട്ട്? ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് പോയി ചെയ്താൽ മതി എന്ന് പറയണം. കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും. പിന്നെയാണോ ഈ ഇന്ദ്രൻ ഉണ്ടാക്കിയ പ്ലാനുകളൊന്നും ഇതിനായിട്ടും പരാജയപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീമ്പുറത്താനും പറയാണ് പ്രതാപനോട്. ഇത് കേട്ട പ്രതാപ് പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു സമാധാനമായി എന്നൊക്കെ പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പുറയിലെങ്ങാനും ആ സേതു അന്വേഷിച്ചു വന്നാലോ? സേതു അന്വേഷിച്ചു വന്നാൽ അവനെ കൂടെ അങ്ങോട്ട് കൈകാര്യം ചെയ്തേക്കണം. അറിയാലോ, തണ്ടും തടിയും ഉണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിച്ച് മാളത്തിൽ കയറി ഒളിക്കണമെന്നൊക്കെ ഇന്ദ്രൻ പ്രതാപനോട് ചോദിക്കുകയാണ്. അതിനുശേഷം പിന്നീട് പ്രതാപൻ നേരെ ഋതുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം ഋതു എന്ത് ചെയ്യുകയാണ്? അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കണ്ടു. അങ്ങനെ ആ ഫോൺ കിട്ടി. കാരണം ലാൻഡ് ഫോണാണ്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. അങ്ങനെ അതെടുത്തിട്ട് നേരെ വിളിക്കുന്ന പൂർണ്ണിമയുടെ നമ്പറിലേക്കാണ്. കൃത്യം ആ സമയത്ത് തന്നെ അങ്ങോട്ട് പ്രതാപൻ കയറി വന്നേ. പ്രതാപൻ വന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ആ ഫോൺ അങ്ങോട്ട് വയറൂരി കയ്യിലേക്ക് ഇങ്ങോട്ട് എടുത്തു. മോളെ, നീ കൂടുതൽ അതിബുദ്ധി കാണിക്കാൻ പോകരുത്. എനിക്കറിയാം നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുന്നു. ഇതേ MP കോട്ടയിൽ ഉൾപ്പെടുത്തി പണ്ട് വരദരാജ് സാർ എനിക്ക് തന്നെ സമ്മാനമായിരുന്നു. അത് ഞാനെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം എൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ഈ സമയം ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പറഞ്ഞു, സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചാണെങ്കിലും ഇനി ഇത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാന്ന് പറഞ്ഞു ഒറ്റ ഏറായിരുന്നു തറക്കിട്ട്. അത് അതിനോട് ചെതറിക്കിടന്നു. ഈ സമയത്ത് ഋതുവിന് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. പിന്നീട് നേരെ ഋതുവിന്റെ അടുത്തേക്ക് വന്ന് പ്രതാപൻ, മര്യാദയ്ക്ക് ഒപ്പിട്ട് തരുന്നതായിരിക്കും നിനക്ക് ബുദ്ധി എന്ന് പറയാം. ഒപ്പിട്ട് തരാനോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്നെ കൊല്ലണമെന്ന് പറയാം. ആണോ? അങ്ങനെയാണെങ്കിൽ നീ തയ്യാറായിട്ടിരുന്നോളാൻ പറയണം. ഇതേ മര്യാദയ്ക്ക് എന്നെ തുറന്നു വിട്ടോ. തുറന്നു വിടാൻ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നിലനിൽക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം. നീ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പ്രതാപൻ പറഞ്ഞു, നീ ഇവിടെ കിടക്ക്. ഒപ്പിട്ട് തരുന്നോടം വരെ ഇവിടെ കിടക്ക്. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഈ ചാകത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രതാപൻ നേരെ കഥ തുറന്ന് പോകാൻ തുടങ്ങുകയാണ്. പിന്നീട് പ്രതാപൻ തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ദേ ഞാൻ കഥ തുറക്കുന്ന സമയത്ത് എന്റെ പുറകെ വന്നെങ്ങാനും ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ എന്റെ ഇന്ന് പെട മേടിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങോട്ട് കഥവും വലിച്ചിട്ട് ഇറങ്ങിയ പോവാണ്. ഋതുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഈ സമയം സേതുവും പല്ലവിയും കൂടെ കുറെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. എവിടെ എന്താണെന്നും അറിയത്തില്ല. ഋതുവിനെ കുറിച്ച് അന്വേഷണം ഒരിടത്തും എത്തിയില്ല. അവസാനം അവരിങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പിന്നീട് സേതുവിനോട് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ കുറെ സമയമല്ലേ നമ്മളിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അവളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിനായിട്ടും കിട്ടിയിട്ടില്ലോ എന്ന് പറയണം. അപ്പോഴേക്കാണ് പൂർണ്ണിമയുടെ ഫോൺ വരുന്നത്. പിന്നീട് പല്ലവി എടുത്ത് ചോദിച്ചു, എന്താ അമ്മേന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ ഇപ്പൊ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു പറയണം. കോളോ? അതെ, ഒരു ലാൻഡ് ഫോൺ നമ്പറിൽ നിന്നാ കോള് വന്നേന്ന് പറയണം. പക്ഷെ ഞാൻ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കോള് കട്ടായിപ്പോയെന്ന് പറയണം. അമ്മ എന്നെ നമ്പർ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറയണ ഋതു. അങ്ങനെ ഋതു അല്ല പല്ലവി. അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുത്തു. പിന്നീട് അവളെ കുറിച്ച് വല്ല അന്വേഷിച്ചു വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കുക. ഇല്ല, എന്തായാലും വിവരം കിട്ടുവാണ് അമ്മേനെ വിളിച്ച് പറയാന്നൊക്കെ പറയണം. അങ്ങനെ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനോട്, സേതുവേട്ടാ അമ്മയുടെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നൊക്കെ പറയണം. സേതു പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുക, നീ ഒന്ന് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നോക്കാൻ പറയണം. അങ്ങനെ ഡയൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്വിച്ച് ഓഫ് ആ മറുപടി പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അത് ആരുടെ നമ്പറാണെന്നറിയാലോ. നിനക്ക് ട്രൂ കോളർ ഇല്ലേ? ആ ട്രൂ കോളർ ആപ്പിനകത്ത് കയറി ഒന്ന് നോക്കിയേ.
ഒരു പക്ഷെ അത് ആരുടെ നമ്പർ എന്താന്നൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറയണം. അങ്ങനെ ആ ട്രൂ കോളിനകത്തിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രതാപന്റെ പേരാ തെളിഞ്ഞു വരുന്നത്. ഇത് പ്രതാപന്റെ പേരാണല്ലോ എന്ന് പറയണേ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് പറയണം. പല്ലവി പറഞ്ഞു, അത് ശരിയാ, അവനായിരിക്കും ഋതുവിനെ കുടുക്കിയിട്ടുണ്ടായിരിക്കാം, പണം ചോദിച്ചായിരുന്നല്ലോ. സേതു പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും കളയാനില്ല, നമുക്ക് നേരെ അവന്റെ വീട്ടിലേക്ക് പോവാം, പ്രതാപന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് അവനെ ഒന്ന് ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ വെളിച്ചത്ത് വരും. ഋതുവിനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ പോകുന്ന പ്രതാപന്റെ വീട്ടിലേക്കാ. ഈ സമയം പ്രതാപൻ മദ്യവെച്ച് നല്ല ഉന്മത്തനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത പത്മജ ഇരിക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ ഒരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോ പത്മജ ചോദിച്ചു, ഓ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ പ്രതാപേട്ടൻ, പിന്നെ നമുക്ക് സന്തോഷിക്കാൻ പാടില്ലേ, സന്തോഷിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ കൈവന്നിരിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോഴേക്കാണ് സേതുവിന്റെ കാർ വന്നിരിക്കുന്നത്. അതാ സേതുവിന്റെ കാറാണല്ലോ, ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പ്രതാപേട്ട, ആ സേതു വരുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. വന്നപ്പോൾ തന്നെ പ്രധാനോട് ചോദിച്ചു, ഋതു എവിടെയാടാന്ന് ചോദിക്കുകയാണ്. പ്രധാൻ ചോദിച്ചു, ഋതുവോ? ഏത് ഋതു? ഓ ഋതു വസന്തം അങ്ങനെയൊക്കെ അല്ലേ? അല്ല ഈ സമയം ഋതുമാതാണോ? ആ ചിലപ്പോ അതായിരിക്കും, മദ്യപിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയണം. നിന്നെ ഓർമ്മപ്പെടുത്താടാ, ആരെന്ന് അറിയിച്ചടാടാൻ പറഞ്ഞോണ്ട് അവന്റെ കാരണം തീർത്തങ്ങോട്ട് പൊട്ടിച്ചിട്ട് അവന്റെ കോളറിന് കയറി ഇങ്ങോട്ട് പിടിച്ചു. നീ എന്താടാ, ഋതുവിന് നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം. ഈ സമയം പത്മ കിടന്ന് കരയണം. അയ്യോ എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞോണ്ട്, എന്റെ പ്രതാപേട്ടനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, മര്യാദയ്ക്ക് ഭർത്താവിനോട് പറ ഋതു എവിടെയാണെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഇയാളെ ഇവിടെ ഇട്ട് ഇയാൾ തീർക്കൂന്ന് പറയണം. അവസാനം പല്ലവി കയറി തടഞ്ഞു, വേണ്ട സേതുവേട്ടാ വേണ്ടാന്ന് പറയണം. അവസാനം പ്രതാപൻ പറഞ്ഞു, അതേടാ ഋതു എന്റെ കസ്റ്റഡിയിലുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കുക. എടാ നീ വലിയ വെള്ളിയേട്ടൻ ഞാൻ വന്ന് നടക്കുന്നതല്ലേ, രക്ഷിക്കാൻ പറയാണ്. ഇത് കേട്ടതും സേതു പറഞ്ഞു, അതെ ഞാൻ വലിയേട്ടൻ തന്നെയാ, നിനക്കെന്താ സംശയം ഉണ്ടോന്ന് ചോദിക്കാടാ. എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും നീ കരുതിയോ? ഇല്ലടാ, നിന്നെ കൊന്നിട്ടാണല്ലോ ശരി, ഞാൻ അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുമെന്ന് പറയാണ്. പ്രതാപൻ പറഞ്ഞു, അന്നാ നീ ചുണയുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെ പോയി കണ്ടുപിടിക്കലാന്ന് പറയണം. അതേടാ ഞാൻ മാധവമേന്റെ ഒരു മോനാണെങ്കിൽ ഞാൻ അവളെ കണ്ടെത്തിയിരിക്കുന്നു പറയാം. ഈ സമയം പല്ലവി പറഞ്ഞു, സേതുവേട്ടാ വെല്ലു വിളിച്ചോണ്ടിരിക്കാനുള്ള സമയമല്ലേ ഇത്, കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തതുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ പല്ലവീനെ രക്ഷിക്കണം, അതാ ഇപ്പം നമ്മൾ ചെയ്യേണ്ടേ, അല്ലാതെ ഇവിടെ എന്നിട്ട് ഇയാളെ വെല്ലു വിളിച്ചോണ്ടോ ഇയാളെ തല്ലിയിട്ട കാര്യമില്ലെന്ന് പറയണം. വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് സേതുവിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് സേതു പറഞ്ഞു, ശേ അവിടെ നിന്ന് രണ്ടെണ്ണം കൂടെ അവനോട്ട് പൊട്ടിക്കുവായിരുന്നു, സത്യാവസ്ഥ അവൻ പറഞ്ഞേനം ഋതു എവിടെയുണ്ടെന്ന്. സേതുവേട്ടാ ഒരു പക്ഷെ അവൻ പറഞ്ഞില്ലെങ്കിലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം നമ്മള്. അത് ശരിയാ, ഇനിയിപ്പൊ എന്തേലും ഒരു മാർഗം ഉടനെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ പറയണം. ആ സമയം ഋതു ബുദ്ധിമതിയാ. ഋതു എന്ത് ചെയ്തു, പ്രതാപൻ എറിഞ്ഞൊഴിച്ച ആ ഫോണ്, ലാൻഡ് ഫോൺ എന്ത് ചെയ്യുക, അത് എടുക്കുവാണ്. അതെടുത്തിട്ട് അതിന്റെ വയറൊക്കെ കൂടി പിരിപ്പിച്ച് എല്ലാം നോക്കുവാണ്, സെറ്റാക്കാൻ പറ്റുമെന്ന് വിളിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അവസാനം അതുകൊണ്ട് ചാർജറിൽ കുത്തുവാണ്. കുത്തി കഴിഞ്ഞപ്പോഴത്തേനും നോക്കിക്കഴിഞ്ഞപ്പോൾ വർക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൂർണ്ണിമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പൂർണ്ണിമയാണെങ്കിൽ ആകപ്പാടെ ഉറങ്ങാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണിമനെ വിളിച്ചിട്ട്, അമ്മേ ഇത് ഋതുവാന്ന് പറയണ. മോളെ നീ ഇത് എവിടെയാ? അമ്മ എന്നെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക ഒരു മുറിക്കകത്തെന്ന് പറയാ. മുറിക്കകത്തോ? അതെ അമ്മയെന്ന് പറയണ. നീ കാര്യം പറ, അത് പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് വിശദമായിട്ട് പറയണം. മോളെ പേടിക്കണ്ട കേട്ടോ, പല്ലവി സേതു നിന്നെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ സേതുവിനെ വിളിച്ച് വിവരങ്ങൾ പറയാം, അവന്റെ നമ്പറുണ്ട്, അവൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചോളൂ എന്ന് പറയണം. പിന്നീട് പൂർണ്ണിമ സേതുവിനെയും പല്ലവിനെയും വിളിച്ചിട്ട്, ഋതു വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കണം, അവളുടെ ആ നമ്പറിലേക്ക്, ആ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവി പറഞ്ഞു, പൂർണ്ണാമ വെച്ചോ ഞങ്ങൾ വിളിക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം എന്ത് ചെയ്യുക, പല്ലവി വിളിക്കുകയാണ് ആ നമ്പറിലേക്ക്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഋതു നോക്കിയിരിക്കുമായിരുന്നു. ഋതു പെട്ടെന്ന് ഫോണിട്ട് ചാടി എടുത്തു. പിന്നീട് ഋതുവിനോട് ചോദിച്ചു, ഋതു നീ ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല, ഞാനൊരു മുറിക്കാത്ത, അല്ല ഇത് എവിടെ എന്താന്ന് വല്ല ഓർമ്മ കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ലാൻഡ് മാർക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് നല്ല ബോധമില്ലായിരുന്നു, ഒരുമാതിരി മയങ്ങിയ അവസ്ഥയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം, അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയണം. ഒരൊറ്റപ്പെട്ട വീടാന്ന് തോന്നിയെന്ന് പറയണം. അല്ല വരുന്ന വഴിക്ക് എന്തേലും കേട്ടതായിട്ടോ കണ്ടതായിട്ടോ വല്ല ഓർമ്മയും കിട്ടുന്നുണ്ടോന്ന് ചോദിക്കാം. ഒരു പാട്ട് കേട്ടായിരുന്നു പറയാം. പാട്ടോ? അതെ, ക്ഷേത്രത്തിൽ നിന്ന് പാട്ട് കേട്ടായിരുന്നു പറയണം. ഒരു മുരുകന്റെ പാട്ടാ കേട്ടേന്ന് ചോദിക്കണം. കേട്ടേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതു കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ മുരുകന്റെ അമ്പലമായിരിക്കണം, ഇവിടെ എവിടെയാ മുരുകന്റെ അമ്പലം ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ആ ജെല്ലോ കഥ എന്തേലും കഥയിലെ ജെല്ല് തുറക്കാൻ പറ്റുമെങ്കിൽ ജെല്ല് തുറന്ന് പുറത്തേക്കൊന്ന് നോക്ക്, അവിടെ എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന്, എന്തേലും അടയാളം പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ള. പിന്നീട് ഋതു പോയി ജെല്ല് തുറക്കുവാണ്. ജെല്ല് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് അകലെ ഒരു വെട്ടം കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. ഋതു പെട്ടെന്ന് തന്നെ ആ കാര്യം വിളിച്ചു പറയണം.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.